മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശിവസേന താക്കറെ പക്ഷവും MNSും സഖ്യം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് മുംബൈയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കുമെന്ന് ഉദ്ധവ് താക്കറെ. അടുത്ത മുംബൈ മേയറെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് രാജ് താക്കറെ. ജനുവരി 15 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ശിവസേന UBTയും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും തമ്മിലുള്ള സഖ്യം പ്രഖ്യാപിച്ചു. ती शिवसेना आणि महाराष्ट्र नवनिर्माण सेनेची युती झाली हे आज आम्ही आपल्याला जाहीर करत आहोत. മുംബൈയിൽ കസിൻ ഉദ്ധവ് താക്കറെയുടെ സാന്നിധ്യത്തിലായിരുന്നു രാജ് താക്കറെയുടെ പ്രഖ്യാപനം. നാസിക്കിൽ സമാനമായ സഖ്യം പ്രഖ്യാപിക്കുമെന്നും മുംബൈ മേയറെ തങ്ങൾ തീരുമാനിക്കുമെന്നും രാജ് താക്കറെ പറഞ്ഞു. मुंबईचा महापौर मराठीच होणार आणि तो आमचाच होणार. ഇക്കാര്യത്തിൽ ശരത് പവാറുമായി ചർച്ച നടത്തി വരികയാണെന്നും രാജ് താക്കറെ സൂചിപ്പിച്ചു. എന്നിരുന്നാലും ഉയർന്ന സാധ്യതയുള്ള BMC തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിന്റെ വിശദാംശങ്ങൾ രാജ് താക്കറെ പങ്കുവച്ചില്ല. ശിവസേന 145 മുതൽ 150 സീറ്റുകളിലും MNS 65 മുതൽ 70 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. അതേസമയം ഒന്നിച്ചു നിൽക്കുമെന്നും മുംബൈയെ മഹാരാഷ്ട്രയിൽ നിന്നും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരെ അവസാനിപ്പിക്കുമെന്നും ഉദ്ധവ് താക്കറെ മുന്നറിയിപ്പ് നൽകി. महाराष्ट्राला मुंबईपासून किंवा मुंबईला महाराष्ट्रापासून मराठी माणसापासून तोडण्याचा प्रयत्न करेल त्याचा राजकारणात खात्मा केल्याशिवाय राहणार नाही शपथ घेऊन आम्ही मैदानात उतरलेलो. അതേസമയം അതിജീവനത്തിനായുള്ള സഖ്യമെന്നാണ് താക്കറെ പുനഃസമാഗമത്തെ ദേവേന്ദ്ര ഫട്നാവിസ് വിശേഷിപ്പിച്ചത്. जिन्होंने तुष्टीकरण की नीति को अपनाकर एक प्रकार से अपना वोट बैंक खो दिया है, ऐसी दो पार्टियां साथ में आई है तो उनके साथ में आने से कौन सा फर्क पड़ने वाला है? ये तो दोनों अपना अस्तित्व बचाने के लिए साथ में आए हैं. സ്വാർത്ഥ താല്പര്യങ്ങളാണ് താക്കറെ സഖ്യത്തിന് പുറകിലെന്നായിരുന്നു ശിവസേന നേതാവ് एकनाथ शिंदेയുടെ പ്രതികരണം. कोणी बाळासाहेबांची विचारधारा सोडली, कोणी काही लोक म्हणाले ऐतिहासिक युती आहे. त्यांनी बाळासाहेबांचा इतिहासच विसरले, ते ऐतिहासिक कसं काय होऊ शकतं? आणि त्यामुळे हे फक्त आणि फक्त स्वार्थासाठी आहे. अरे जे आपली पोरं सांभाळू शकत नाही ते मुंबई काय सांभाळणार, राज्य काय सांभाळणार? നിർണായകമായ ബൃഹൻമുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള സഖ്യ ചർച്ചകൾ കുറച്ചു നാളുകളായി നടന്നു വരികയായിരുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അംശി മുംബൈ എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ.